ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര അർച്ചനയ്ക്ക് അടുത്ത പണി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. രുക്കുവിനെ വെച്ചിട്ടാണ് ചന്ദ്ര അർച്ചനയ്ക്കെതിരെ തിരിക്കുന്നത്. പൂജാ റൂമിൽ വെച്ച് രുക്കുവും ചന്ദ്രയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ദൈവങ്ങളെ സാക്ഷിയാക്കി രുക്കു വളരെ സങ്കടത്തോടെ ചന്ദ്രയോട് പറയുന്നുണ്ട്, ദൈവങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയുവാണ്, ദിലീപ് എന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ രുക്കുവിനെ ആരും ജീവനോടെ കാണില്ല. എനിക്ക് അച്ചുവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയോ, എനിക്ക് അവനെ വിവാഹം കഴിച്ചു തരണമെന്നൊക്കെ രുക്കു ചന്ദ്രയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് രുക്കുവിനോട് പറയുന്നുണ്ട്, അച്ചുവിനെ നിനക്ക് വേണമെങ്കിൽ അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അർച്ചനയെ കണ്ട് സംസാരിക്കണം, നിന്റെ ഇഷ്ടം അർച്ചനയോട് തുറന്നു പറയണം. അവൾ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് അർച്ചനയെ നേര് കണ്ട് സംസാരിക്കാമെന്നൊക്കെ ചന്ദ്ര രുക്കുവിനോട് പറയാണ്. പിന്നീട് രുക്കുവും ചന്ദ്രയും ചേർന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. അർച്ചന പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. ചന്ദ്രയാണെങ്കിൽ രുക്കുവിനെ അർച്ചനയുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് മറിഞ്ഞു നിന്ന് എല്ലാം കാണുന്നുണ്ട്. തന്റെ സങ്കടങ്ങളെല്ലാം രുക്കു അർച്ചനയോട് പോയി പറയുന്നുണ്ട്. എല്ലാം കേട്ട് ദേഷ്യത്തോടെ തന്നെ അർച്ചന രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇന്നിവിടെ വരുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. പിന്നീട് രുക്കു വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മരണത്തിനല്ലാതെ അച്ചുവിനെയും എന്നെയും വേർപിരിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്നൊക്കെ രുക്കു പറയുമ്പോ ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് അർച്ചന. എന്നാൽ രുക്കു അർച്ചനയോട് സംസാരിക്കുന്നതെല്ലാം ചന്ദ്ര വിജയ് ശങ്കറിനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പുറത്ത് അമ്പാട്ടിലെ അർച്ചനയുമായി രുക്കു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. പിന്നീട് അർച്ചനയും രുക്കും അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്.